തവസ്സുലും ഇസ്തിഗാസയും ജായിസാണോ ജായിസല്ലേ എന്ന വിഷയം, അത് അനുവദിക്കപ്പെടുമോ അനുവദിക്കപ്പെടില്ലേ ദീനിൽ എന്ന വിഷയം. തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങൾ, സാലിഹീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബെ ഇന്ന കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ചോദിക്കുന്നത് ദുആ ചെയ്യുന്ന അള്ളാഹുവിനോട് തന്നെയാണ്. പക്ഷേ അത്തരം പ്രമുഖരായ ആളുകൾ അതിൻ്റെ ഇടയിൽ മീഡിയേറ്റർ ആക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ജായിസാണ് എന്നാണ് ഉത്തരം. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ അത് ജായിസ് അല്ല എന്ന് പറയുന്ന ആരുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വാദത്തിന് യാതൊരു പരിഗണനയും മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ ഇല്ലതാനും. അപ്പോൾ തവസ്സുൽ എന്ന് പറയുന്നത് ജായിസാണ്. അത് ഇജ്മാഅൻ എന്ന് പറയാവുന്ന രീതിയിൽ അത് ജായിസ് തന്നെയാണ്. പക്ഷേ അതേ അവസരത്തിൽ ഇസ്തിഗാസ എന്ന് പറയുന്നത് എന്താണ്? ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മുഖറബീങ്ങളായ ആളുകൾ, അള്ളാഹുവിൻ്റെ അടുത്ത് പ്രമുഖമായ സ്ഥാനമുള്ള ആളുകൾ, അപ്പോൾ അത്തരം ആളുകളോട് തന്നെ ചോദിക്കുന്നതാണ്. അതാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അത് കുറെ കൂടെ സെൻസിറ്റീവായ വിഷയമാണ്. അപ്പോൾ അത് തൗഹീദിനെതിരല്ലേ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ ഇവിടെ ഇസ്തിഗാസ ജായിസാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ മുസ്ലിം ഉലമാക്കളുടെ ഇടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളുടെ ഇടയിൽ, ഉലമാക്കളുടെ ഇടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഇസ്തിഗാസ ജായിസാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവരതിനെ തഅ്വീൽ ചെയ്യും, വ്യാഖ്യാനിക്കും. അപ്പോൾ അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മറ്റുള്ളവരോട് ചോദിച്ചാലും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് തന്നെയാണ് ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനെ തഅ്വീൽ ചെയ്യും. ഇതാണ് ഒരു അഭിപ്രായം. അവിടെ അവരോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേ അവസരത്തിൽ അതിനെ തഅ്വീൽ ചെയ്യും അത്തരം ആളുകൾ, ജായിസാണ് എന്ന് പറയുന്നവർ. വേറൊരു അഭിപ്രായം അത് ജായിസ് അല്ല എന്ന് പറയുന്നത്, രണ്ടാമത്തെ അഭിപ്രായം. അപ്പോൾ ജായിസ് അല്ല എന്ന് പറയുന്നവരെന്ത് പറയും? അത് അവരോട് ചോദിക്കുന്നതിന് ഇത്തരം തഅ്വീലുകൾ ഉണ്ടെങ്കിലും അത് തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്നതാണ്. ചോദ്യം അവരോട് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഇടയിലുള്ള, ഉലമാക്കളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് രണ്ടും. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ജായിസ് അല്ല എന്നുള്ളതാണ്, ഇസ്തിഗാസ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല അത് അത്തരം ഖൗല് പറഞ്ഞ, അഭിപ്രായം പറഞ്ഞ ഉലമാക്കളെ ഞാൻ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്തരം മദ്ഹബ് ഉണ്ടാക്കിയ ആളല്ല, മദ്ഹബ് എന്നെ ഞാൻ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ ജായിസ് അല്ല എന്ന് അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതായത് ഔലിയാക്കളോട് നേരിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അമ്പിയാക്കളോട് നേരിട്ട് ചോദിക്കുന്നത് ജായിസ് അല്ല എന്ന് പറയുന്ന ഒരുപാട് അഭിപ്രായം ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. അത്തരം ആളുകൾ ഒരിക്കലും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോകണമെന്നില്ല. സുന്നത്ത് ജമാഅത്തിൽ തന്നെ അങ്ങനെ രണ്ടഭിപ്രായമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഇത്തരം വീക്ഷണങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലവും വൈജ്ഞാനികമായി വളരെയധികം പര്യാപ്തവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.